അജ്ഞാതൻ വീണ്ടും സ്വർണ്ണവില പവന് 1,00,000 താഴെ വരാൻ ഇനി ചിലപ്പോൾ മണിക്കൂറുകൾ മതി. സംഭവം ഇത് പറയുന്നത് ഇതാണ്. ഇന്ന് ഒരു പവന് 1,00,000 അവിടെ അടുത്ത് വന്നിരിക്കുകയാണ്. അതായത് 1 ഗ്രാമിന് 255 രൂപ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പവന് ഇന്ന് 2040 രൂപ കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്നും പറഞ്ഞ് എല്ലാവരും ഓടിച്ചെന്ന് സ്വർണം മേടിക്കരുത്. കാര്യം ഇനിയും ഇടിയാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വർണം വില കുറഞ്ഞു, ഇച്ചിരി വില കുറഞ്ഞെന്ന് പറഞ്ഞ് ഓടിപ്പോയി. ഇപ്പോൾ സ്വർണം മേടിക്കുന്നതിൽ നിന്ന് കഴിവതും വിട്ടു നിൽക്കുക. ഇനിയും ഇത് താഴും. അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ ഔൺസിന് 22 ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് $4,804 വരെ താഴ്ന്നു. ഇപ്പോൾ നിൽക്കുന്നത് 4,860 ഈ ദിവസത്തിൽ 4,804 4,867 ഇടയിലാണ് ഈ സ്വർണ്ണവില ഇൻ്റർനാഷണൽ ലെവലിൽ ഔൺസിന് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം 3% ഇടിവാണ് ഇന്നുണ്ടായേക്കുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ. ഒരു ഔൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ഗ്രാം 28.35 ഗ്രാമാണ് ഒരു ഔൺസ് എന്ന് പറയുന്നത്. ഇതിന് 22 ക്യാരറ്റിന് ഇൻ്റർനാഷണൽ ലെവലിൽ $4,804 വരെ താഴ്ന്ന് ഇപ്പോൾ നിൽക്കുന്നത് 4,860. അപ്പോൾ കേരളത്തിലെ വില 1 ഗ്രാമിന് ഇന്ന് നിൽക്കുന്നത് 14,175 രൂപയാണ്. അതായത് ഇന്ന് മാത്രം ഗ്രാമിന് 255 രൂപ ഇടിഞ്ഞിരിക്കുന്നു. ഒരു പവന് ഇന്നത്തെ വില 1,13,400 എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് സ്വർണം വാങ്ങിക്കരുത്. മറിച്ച് ഇനി ഇത് വീണ്ടും ഇടിയാനാണ് സാധ്യത. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ ഭീമമായ നഷ്ടം വരും. ഓക്കെ, അവരോട് എനിക്ക് പറയാനുള്ളത് കഴിവതും വിറ്റ് മാറുക. തൽക്കാലം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക, നഷ്ടം കുറയ്ക്കുക. എന്നിട്ട് ഇത് താഴെ വന്ന് നന്നായിട്ട് ഉയരുന്ന ഒരു ട്രെൻഡ് വരുന്നെങ്കിൽ മാത്രമാണ് നമ്മൾ വാങ്ങിക്കാവുള്ളൂ. ഈ യുദ്ധം പ്രമാണിച്ച് സ്വർണത്തിന് 2 ലക്ഷം രൂപ വരെ കയറുമെന്ന് വിചാരിച്ചിരുന്നവരുണ്ട്. അത് കണക്കാക്കി സ്വർണം വലിയ വിലയ്ക്ക് വാങ്ങിച്ചു വെച്ചവരുമുണ്ട്. അവരെല്ലാം അക്കിടി പറ്റിയിരിക്കുകയാണ്. അജ്ഞാതൻ്റെ ഒരു സജഷൻ ഇതാണ്: ഇപ്പോൾ വിട്ടു നിൽക്കുക, സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് ഇപ്പോൾ. കാര്യം താഴേക്കുള്ള ട്രെൻഡ് എന്ന് വരെ തുടരുമെന്ന് പറയാൻ ഒക്കത്തില്ല. യുദ്ധം നീളും, പക്ഷേ അതിൻ്റെ പേരിൽ ഇത് കൂടുമോ ഇതൊന്നും പ്രതീക്ഷിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഏതാണ്ട് താഴെ വന്ന് ചെറുതായിട്ട് കയറി തുടങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷമേ നമ്മൾ സ്വർണം വാങ്ങാനുള്ളവരും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഉള്ളവരും വാങ്ങിക്കാവുള്ളൂ. ഓക്കെ, തൽക്കാലം പിൻവാങ്ങുന്നു. വീണ്ടും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ട് അജ്ഞാതൻ വരിക തന്നെ ചെയ്യും. ഈ കൈ മാത്രമല്ല, മുഖവും മിക്കവാറും മാസങ്ങൾക്കുള്ളിൽ കാണിക്കാൻ പറ്റും. ഓക്കെ, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, തൽക്കാലം വിടവാങ്ങുന്നു.